എൻ്റെ പേര് അമ്പിളി ജോസഫ്. ഞാൻ ഡൽഹിയിൽ നിന്നാണ് വരുന്നത്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആദ്യമായിട്ട് ഈ പരിശുദ്ധ അൾത്താരയിൽ, ദൈവമാതാ പ്രതിഷ്ഠപ്പെട്ട അൾത്താരയിൽ വന്നു നിന്ന് സാക്ഷ്യം പറയാൻ ദൈവം അനുവദിച്ച നന്മയ്ക്കായിട്ട് ഒരു കോടി നന്ദി പറയുന്നു. ഞാൻ 2019 എൻ്റെ അമ്മയാണ് എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തത്. ഇവിടുത്തെ ധ്യാനത്തെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും എനിക്കത്ര വിശ്വാസമൊന്നും ആദ്യം ഇല്ലായിരുന്നു. ആ സമയത്ത് എൻ്റെ അമ്മയാണ് പറഞ്ഞത്, ഇവിടെ ഒത്തിരി അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്, എന്ത് കാര്യമുണ്ടെങ്കിലും സാധിച്ചു കിട്ടുമെന്ന് പറഞ്ഞത്. ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട്, ഹിന്ദുവായൊരു ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് ക്യാൻസറായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഒരു കിഡ്നി റിമൂവ് ചെയ്യേണ്ടി വന്നു. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അമ്മയെ ഇവിടെ പറഞ്ഞു വിട്ട് ഉടമ്പടി എടുപ്പിച്ചു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് 6 നിയോഗങ്ങൾ എഴുതണമെന്ന് അറിഞ്ഞത്. അതിൻ്റെ പ്രകാരം അമ്മ എൻ്റെ കുറച്ച് കാര്യങ്ങൾ, ജോലി തടസ്സവും വിദേശത്ത് പോകാനുള്ള കാര്യവും പിന്നെ വീടിൻ്റെ കാര്യമൊക്കെ എഴുതിയിട്ടിരുന്നു. ആദ്യം അവർ ഹോസ്പിറ്റലൈസ് ആയ സമയത്ത് എനിക്കൊരു കൃപാസനത്തിൻ്റെ പത്രം കിട്ടുകയും ഞാൻ അവരെ പോയി കാണുകയും ചെയ്തു. ഈ കൃപാസനത്തിൻ്റെ പത്രം കൊടുത്ത് അവരോട് പറഞ്ഞു, വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, അമ്മ തീർച്ചയായിട്ടും അനുഗ്രഹം തരുമെന്ന് പറഞ്ഞു. അവർ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് അവർ നേരിട്ട് ഫ്ലൈറ്റിന് നാട്ടിൽ വന്നു കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ആദ്യത്തെ പെറ്റ് സ്കാൻ നെഗറ്റീവായിട്ട് വന്നു. അത് ഈ ജനുവരിയിൽ 5 വർഷമായി. ഇതുവരെ എടുത്ത എല്ലാ പെറ്റ് സ്കാനും നോർമലായിട്ടാണ് വന്നത്. അതാണ് ആദ്യത്തെ എൻ്റെ ഉടമ്പടി സാക്ഷ്യം. രണ്ടാമത് എഴുതി വെച്ചിരുന്നത് ഒരു വീടിന് വേണ്ടിയിട്ട് എഴുതി വെച്ചിരുന്നു അമ്മ. അത് ഏറ്റവും നല്ല ഭംഗിയായിട്ട് നടന്നു തന്നു. 2022 നല്ലൊരു ഭവനം നമ്മൾ ആഗ്രഹിച്ചേക്കാൾ കൂടുതൽ ഭംഗിയായിട്ട് അമ്മ മാധ്യസ്ഥം വഴി ഈശോ എനിക്ക് തന്നു. പിന്നെ വിദേശത്ത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി നാളായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഒന്നും തന്നെ ശരിയാകുന്നില്ല. 2018 തൊട്ട് ഞാൻ OET പഠിക്കാൻ ശ്രമിക്കുന്നതാണെങ്കിലും എനിക്ക് കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എഴുതിയിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം ഞാൻ പരീക്ഷ എഴുതി. സ്കോറ് നല്ലതല്ലായിരുന്നു, ക്ലബിംഗ് സ്കോർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആ ആഗ്രഹം ഞാൻ ഉപേക്ഷിച്ചു. എന്നാലും 14 വർഷമായിട്ട് എനിക്ക് വിദേശത്ത് പോകാനായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ്. ദൈവം അത് സാധിച്ചു തന്നു. ഈ 7th ഏപ്രിൽ ഞാൻ മാൾട്ടയ്ക്ക് പോവുകയാണ്. ഒരു തടസ്സവും കൂടാതെ ദൈവം ഇതുവരെ എൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തി തന്നു. ഞാൻ ജനിച്ച അന്ന് മുതൽ ഈ നിമിഷം വരെ അമ്മയുടെ ഒരു മാധ്യസ്ഥത്തിലാണ് എൻ്റെ എല്ലാ കാര്യവും നടന്നിരിക്കുന്നത്. എക്സാമുകളെല്ലാം പാസ്സായിട്ടുണ്ടെങ്കിലും ഞാൻ എന്തായി തീർന്നോ അതിന് പിന്നിൽ എൻ്റെ അമ്മയുടെ ഒരു അനുഗ്രഹമുണ്ട് എപ്പോഴും. അതുപോലെ തന്നെ 2021 ഞങ്ങൾ ഡൽഹിയിൽ കോവിഡ് ഏപ്രിൽ ഭയങ്കരമായിട്ടിരുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ്, ഞാൻ നേഴ്സുമാരാണ്. ഹസ്ബൻഡ് ICUവിലാണ് വർക്ക് ചെയ്യുന്നത്. ഹസ്ബൻഡിന് കോവിഡ് പോസിറ്റീവായി, എൻ്റെ 2 പിള്ളേരും പോസിറ്റീവായി. ഞങ്ങളെല്ലാവരും ഭയങ്കര വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ആരും സഹായിക്കാനൊന്നുമില്ലാതെ വീടൊക്കെ അടച്ച് നിന്ന് ഹോസ്പിറ്റലിൽ ഒരു ബെഡ് പോലും കിട്ടാതിരുന്ന അവസരത്തിൽ അവർ ഓക്കെ ആയ സമയത്ത് ഞാൻ വല്ലാതെ സിക്കായി. എനിക്ക് ഓക്സിജനൊക്കെ സാച്ചുറേഷനൊക്കെ കുറഞ്ഞ് 83ലേക്കായി. ഏറ്റിരുന്നാൽ മാത്രമേ ഉള്ളൂ എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നൊരവസ്ഥയിലായി. ഹോസ്പിറ്റലിലൊന്നും ബെഡില്ലായിരുന്നു. ദൈവം അമ്മ മാധ്യസ്ഥം വഴി എനിക്ക് 3 ഹോസ്പിറ്റലിൽ ബെഡ് ദൈവം റെഡിയാക്കി തന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ന്യൂമോണിയ ആയിട്ടുണ്ടെന്ന്. അഡ്മിറ്റായി കഴിഞ്ഞ് അവിടെ ഓക്സിജൻ ഇല്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. രോഗികളെ നമ്മൾ കാണുന്നുണ്ടെങ്കിലും, ശ്വാസമുട്ടുള്ള രോഗികളെ കണ്ടിട്ടുണ്ടെങ്കിലും നമുക്ക് സ്വന്തമായിട്ടൊരു അനുഭവം വരുമ്പോഴാണ് ഓക്സിജൻ ഇല്ലാത്തതിൻ്റെ അവസ്ഥ നമുക്ക് മനസ്സിലാകുന്നത്. അവിടെ ഞാൻ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിച്ചു. എനിക്ക് ബ്ലീഡിങ്, ക്ലെക്സാൻ എന്ന ഇഞ്ചക്ഷനൊക്കെ തന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ബ്ലീഡിങ് ആയി. പിന്നെ എനിക്ക് ഹാർട്ട് ബീറ്റ് 38 ഒക്കെ ആയി. ഞാൻ കൊളാപ്സ് ആകുന്നൊരവസ്ഥയിലേക്ക് എത്തി. അപ്പം ഈശോയോട് ഞാൻ വളരെയധികം തിരുഹൃദയത്തിന് എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. എൻ്റെ ഹാർട്ട് ബീറ്റ് താർന്നപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ നിൻ്റെ ഹൃദയം എനിക്ക് തരണം ഈശോയെ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ കുഞ്ഞുങ്ങളെ കണ്ട് എൻ്റെ കുഞ്ഞുങ്ങളൊരു വഴിയാണ് എത്തിയിട്ടില്ല. കുഞ്ഞുങ്ങളുടെ മുഖം കണ്ട് എൻ്റെ കൊതി തീർന്നിട്ടില്ല. ഈശോ നീ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ വളരെയധികം കൊളാപ്സായി, നാക്കൊക്കെ ഇറങ്ങി പോകുന്നൊരവസ്ഥ. മെഡിക്കൽ പ്രൊഫഷനുള്ളവർക്ക് അറിയാം അവസ്ഥ എന്താണെന്ന്. 100 പേഷ്യൻറ്റും ഒരു ഡോക്ടറും ഒരു സ്റ്റാഫും മാത്രമേ ഉള്ളൂ. കോവിഡിൻ്റെ സമയത്ത് ആരും വരത്തില്ല. ഒരു വെന്റിലേറ്റർ കയറ്റേണ്ട അവസ്ഥയിൽ നിന്നാണ് ഞാൻ രക്ഷപ്പെട്ട് വന്നത്. കുറേ സ്ട്രഗിൾ ചെയ്തതിന് ശേഷം തന്നെ എൻ്റെ തൊട്ടപ്പുറത്ത് കിടന്ന ഒരു അപ്പച്ചനെ ഈശോ കൊണ്ടുപോയി എനിക്ക് ഈശോ ജീവൻ തിരിച്ചു തന്നു. 2ാം ജന്മമായിട്ട് ഞാനിരിക്കുന്നു. ബൈബിളിലൊരു വചനമുണ്ട്, 2 പേര് ഒരുമിച്ച് ഇരിക്കുന്നതിൽ നിന്ന് ഒരാളെ ദൈവം എടുക്കുമെന്ന്. അതുപോലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു വ്യക്തിയെ ദൈവം എടുത്തിട്ട് എനിക്ക് ആയുസ് തിരിച്ചു തന്നു. ഇപ്പം 44 വയസ്സായി. ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും വർഷം ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്നോർത്ത് എനിക്ക് വിഷമമാണിപ്പോൾ. 44 വർഷം എൻ്റെ വേസ്റ്റ് ആയല്ലോ എന്നോർത്ത് ഞാൻ കരയുകയാണിപ്പോൾ. അതുപോലെ തന്നെ എൻ്റെ അമ്മയ്ക്ക് ഒക്ടോബറിലൊരു മൈൽഡ് അറ്റാക്ക് വന്നു. അമ്മ തന്നെയാണ് താമസിക്കുന്നത്, ആരുമില്ല സഹായത്തിന്. അറ്റാക്ക് വന്നപ്പോൾ രാത്രിയിൽ BP 180, 200 ഒക്കെ ആയിട്ട് ഷൂട്ടപ്പായി.
ആരുമില്ല സഹായിക്കാനായിട്ട്. ചെസ്റ്റ് പെയിനൊക്കെ ഉണ്ടായി. അമ്മ ഭയങ്കരമായിട്ട് സിക്കായി കഴിഞ്ഞപ്പോൾ മാതാവിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് മാത്രം അമ്മ ഏറ്റുപോയി BP-യുടെ ഗുളിക എടുത്ത് കഴിച്ചു. പിറ്റേ ദിവസം രാവിലെ ഹോസ്പിറ്റലിൽ ചെന്നപ്പം അമ്മയ്ക്ക് ആളെ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്കായി. CT ബ്രെയിൻ എടുക്കണമെന്ന് പറഞ്ഞു. ആ നിമിഷം മുതൽ ഞാൻ നെറ്റിയിൽ കുരിശ് വരച്ച് തൈലം പൂശി പ്രാർത്ഥിച്ചു. ഒരു കുഴപ്പവും, ഒരു ബ്ലീഡ് ഉണ്ടാകരുത്, ബ്രെയിനിലൊരു സംഭവം ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിച്ചു. റിപ്പോർട്ട് വന്നപ്പോൾ നെഗറ്റീവാണ്, ഒരു കുഴപ്പവുമില്ല. അതുപോലെ തന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ അവിടെ ഞാൻ തൈലം പൂശി ഞാൻ പ്രാർത്ഥിച്ചു. അമ്മയുടെ ആൻജിയോപ്ലാസ്റ്റി സക്സസ് ആണേ, ഒരു കുഴപ്പവും വരരുത്, ബ്ലോക്ക് മാറി കൊടുക്കണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അത് സാധിച്ചു തന്നു. അതുപോലെ തന്നെ ഇപ്പം മാൾട്ടയ്ക്ക് പോകാനായിട്ട് ശരിയായിരിക്കുകയാണ്. 14 വർഷമായിട്ട് ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് ദൈവം എനിക്ക് സാധിച്ചു തന്നത്. എൻ്റെ എല്ലാ കാര്യത്തിലും ഇപ്പോൾ അമ്മ മാതാവാണ് എൻ്റെ എല്ലാ കാര്യത്തിലും ഇടപെട്ടിരിക്കുന്നത്. ഈ നിമിഷം വരെ അമ്മ മാതാവാണ് ഇടപെട്ടിരിക്കുന്നത്. എൻ്റെ പെറ്റ അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അമ്മ എന്നെ 10 മാസം ചുമന്നേ ഉള്ളൂ, പക്ഷേ എൻ്റെ അമ്മയാണ് എല്ലാം എനിക്കിന്ന് എൻ്റെ എല്ലാ കാര്യവും നടത്തി തരുന്നത്. അമ്മ എന്നെ യേശുവിനോട് ചേർത്ത് നിർത്തുകയാണ്. ഇപ്പോൾ ഈശോയോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഈശോയാണ് എൻ്റെ എല്ലാ കാര്യവും നടത്തുന്നത്. എൻ്റെ വിസ അടിച്ചു വന്ന പാസ്പോർട്ടാണിത്. ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു, ഈശോ നീ എനിക്ക് വിസ അടിച്ചു തന്നാൽ എനിക്ക് പോകുള്ളൂ, ഞാൻ പോകുള്ളൂ എന്ന് പറഞ്ഞു. ഈശോ എനിക്ക് വിസ അടിച്ചു തന്നു. ഇപ്പോൾ എൻ്റെ എല്ലാ കാര്യവും ഞാനിപ്പോൾ ഈശോയോടാണ് പറയുന്നത്. അതുപോലെ തന്നെ 2022 നവംബറിൽ ഇവിടെ ഞാൻ 2-3 പ്രാവശ്യം വന്നപ്പോഴൊക്കെ അച്ഛനെ കാണണമെന്ന് ഭയങ്കരമായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ അച്ഛനെ കാണാൻ ടോക്കൺ എടുക്കണം, ഭയങ്കര തിരക്കാണ് ഇവിടെ. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു. അച്ഛനെ ഒന്ന് കണ്ടായിരുന്നു, അച്ഛൻ്റെ ഒരു ബ്ലെസ്സിങ് കിട്ടിയായിരുന്നെങ്കിൽ ഭയങ്കരമായിരുന്നു. എനിക്ക് എല്ലാ കാര്യവും നടക്കുമല്ലോ എന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു. അവിടെ ഒന്ന് നോക്കിയിട്ട് ഞാൻ പോകും. അവിടെ ഭയങ്കര ക്യൂ ആയിരിക്കും, അച്ഛൻ്റെ അടുത്ത് എത്താൻ പോലും പറ്റുന്നില്ല. നവംബർ 6-ാം തീയതി 2022 അച്ഛൻ ഡൽഹിയിൽ വന്നു. അച്ഛൻ്റെ അടുത്ത് പോയി നിന്ന് എനിക്ക് ബ്ലെസ്സിങ് വാങ്ങിക്കാനുള്ള അനുഗ്രഹമുണ്ടായി. അച്ഛൻ അന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, 90 ദിവസം നീ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് നീ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു, എങ്കിലും അത്ര കാര്യമായിട്ടൊന്നും പ്രാർത്ഥിച്ചില്ല. അച്ഛൻ എന്നാൽ അത്രയല്ലേ പറഞ്ഞോളൂ, കുറച്ചുകൂടെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇച്ചിരി ആഴത്തിൽ പ്രാർത്ഥിച്ചതിനെ മനസ്സിൽ വിചാരിച്ചു. 2023 മാർച്ച് 3-ാം തീയതി ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന വഴിക്ക് എനിക്ക് കാലിന് ഫ്രാക്ചറായി കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയോടും ഈശോയോടും പറഞ്ഞു, ഇത് എന്തിനാണ് എനിക്കിങ്ങനെ തന്നത്? ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഞാൻ 91-ാം സങ്കീർത്തനം ചൊല്ലി നടക്കുന്നൊരു വ്യക്തിയാണ്. എന്നിട്ട് എന്നെ വീഴ്ചില്ലേ, എൻ്റെ കാല് നീ ഒടിച്ചില്ലേ എന്ന് ഞാൻ ഈശോയോട് പറഞ്ഞു. 2 ദിവസം രാത്രിയിലൊക്കെ ഞാനിരുന്ന് കരഞ്ഞു. 1 മണി 2 മണി വരെ ഞാൻ ഈശോയോട് ഇങ്ങനെ പരാതി പറഞ്ഞു, നീ എന്നാൽ ഇതിനോട് ചെയ്യണ്ടായിരുന്നു. ഇത്രയും നാൾ ഞാൻ ജോലി ചെയ്ത് ജീവിച്ച് പോകും, എങ്ങനെയും പോകുന്നുണ്ടായിരുന്നില്ല, പിന്നെ നീ എന്തിനാണ് എൻ്റെ കാലൊടിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കരമായിട്ട് 2 മണി 3 മണി വരെയൊക്കെ ഞാൻ ഇങ്ങനെ ഈശോയോട് കരഞ്ഞ് പ്രാർത്ഥിക്കും. കാലിന് നല്ല വേദനയായിരുന്നു. കാലൊടിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്ലൈ ഓവറിൽ കൂടെ 10-25 സ്റ്റെപ്പ് 2 സ്ഥലത്തും ഉണ്ട്. അത് ഞാൻ ഒടിഞ്ഞ കാലുകൊണ്ട് ഞാൻ ചവിട്ടി കയറി വന്ന് വീട്ടിൽ വന്ന് ഉടനെ തന്നെ ഞാൻ തൈലം എടുത്ത് പൂശിയിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തോളാം, എൻ്റെ കാലിന് ഓപ്പറേഷൻ കൂടാതെ അത് ഭേദപ്പെടണം, ഞാൻ ഇവിടെ വന്നേക്കാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതുവരെ ഞാൻ ഉടമ്പടി സ്വന്തമായിട്ട് എടുത്തിട്ടില്ല, അമ്മയാണ് എടുത്തിരുന്നത്. ആ ഉടമ്പടികളിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ മാർച്ചിൽ എൻ്റെ കാല് ഒടിഞ്ഞു. മെയ്യിൽ ഇവിടെ 27-ാം തീയതി വന്ന്, മെയ് 27, 23 വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഇവിടെ വന്ന് അപ്പോൾ കാല് മൊത്തം നീരായിരുന്നു, നിൽക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. ഉടമ്പടി എടുക്കാൻ നിന്നപ്പോൾ ഭയങ്കര തിരക്ക്, ആ സ്റ്റെപ്പിൻ്റെ അങ്ങോട്ട് അടുക്കാൻ പോലും പറ്റത്തില്ല. ആ മരത്തിൽ ഇങ്ങനെ കൈ തൊട്ട് നിൽക്കും. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, കാലൊടിച്ചത് പോരാഞ്ഞിട്ട് ഇനി ഒടിഞ്ഞത് ഒന്നുകൂടെ ഒടിക്കാനാണ് നീ എന്നെ ഇവിടെ കൊണ്ട് നിർത്തിയേക്കണേന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ എനിക്ക് അങ്ങോട്ട് കയറിപ്പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അമ്മ എന്നെ കയറ്റിയാൽ ഞാൻ കയറി പോകുമെന്ന് പറഞ്ഞു. എന്നെ എടുത്തു കൊണ്ടുപോകുന്ന പോലെ 3-ാമത്തെ ആളായിട്ട് അത്രയും തിരക്കിൻ്റെ മുമ്പിൽ അതുപോലെ പഞ്ഞു പോലെ എന്നെ എടുത്തുകൊണ്ട് അമ്മ ഹാളിൽ കൊണ്ടിരുത്തി. അങ്ങനെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഒന്നിവിടെ ഇങ്ങോട്ട് കൊണ്ട് തരികയാണ് ദൈവം ചെയ്യുന്നത്. എന്തൊക്കെയുണ്ടോ എല്ലാം തടസ്സം മാറ്റി, ഇൻ്റർവ്യൂകൾ എല്ലാം പെട്ടെന്ന് എല്ലാം നടത്തി തന്നു ദൈവം എനിക്ക്. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഭയമായിരുന്നു ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പോകാനായിട്ട്. പക്ഷേ എൻ്റെ കൂടെ വരണേ ഈശോയെ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോയി എന്നെ എല്ലായിടത്തും ദൈവം എന്നെ വഴി നടത്തി. ഒരു കുഴപ്പവും കൂടാതെ ഇതുവരെ എല്ലാം സാധിച്ചു തന്നു. കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തത് ആദ്യത്തെ 2019 ഉടമ്പടി എടുത്തപ്പം പ്രാർത്ഥനയും കാരുണ്യപ്രവർത്തികളും ബൈബിൾ വായനയും എല്ലാം ഞാനാണ് ചെയ്തത്. ഒരു മുടക്കവും കൂടാതെ ഭയങ്കര ഭക്തിയോടുകൂടിയാണ് ചെയ്തത്. ആ സമയത്ത് കാശ് രൂപ ഇട്ടുകൊണ്ടാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഞാനൊരു ഹെഡ് നേഴ്സായിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒത്തിരി ചീത്തകളൊക്കെ സീനിയേഴ്സിൻ്റെ ഹെഡായിട്ടിരിക്കുന്ന ഡോക്ടേഴ്സിൻ്റെ ഒക്കെ കേൾക്കുമായിരുന്നു. പക്ഷേ കാശ് രൂപ ഇട്ട് പോകുമ്പോൾ ഒരു കുഴപ്പവുമില്ല, ആരും ഒന്നും പറയും, എല്ലാവരും ചിരിച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ. എന്തുണ്ടെങ്കിലും അവർ ചിരിച്ച് മാത്രമേ, കാശ് രൂപ ഇല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ
ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ തിരിച്ചു പോയി കാശ് രൂപ ഇട്ടുകൊണ്ട് വരുമായിരുന്നു, ഡ്യൂട്ടിക്ക് പോകുമായിരുന്നു. അപ്പോൾ ഒത്തിരി പ്രാർത്ഥിച്ചപ്പോഴാണ് ഒത്തിരി ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ രോഗികളെ ഒത്തിരി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം കിട്ടുന്നത് കാണാൻ സാധിച്ചു. വിശുദ്ധ തൈലവും ഉപ്പും ഉപയോഗിച്ച് ഒത്തിരി രോഗസൗഖ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒന്നിൽ കൂടുതൽ ഒത്തിരി ഇത് ഇപ്പം പറയുന്നത് കുറച്ച് മാത്രമേ ഉള്ളൂ. പക്ഷേ പറഞ്ഞാൽ തീരാത്ത വിധം അനുഗ്രഹങ്ങൾ ദൈവമാതാവ് വഴി ഈശോ എനിക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഈശോയിലാണ് എനിക്ക് എൻ്റെ പൂർണ്ണ വിശ്വാസം. അച്ഛൻ പറയുന്ന പോലെ നിത്യജീവനിലേക്കുള്ള വഴിയാണ് തുറന്നു തന്നിരിക്കുന്നത് ഉടമ്പടി എടുത്തതിലൂടെ. ആ ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധിച്ചു. ഈ 44 വർഷം വെറുതെ പാഴാക്കി കളഞ്ഞതിൽ എനിക്ക് ഏറ്റവും സങ്കടമുണ്ട്. യേശുവിന് വേണ്ടി സാക്ഷിയാകുവാൻ, അനേക കാര്യങ്ങൾ കേൾക്കുവാൻ, യേശുവിനെ മഹത്വപ്പെടുത്തുവാൻ തന്ന നന്മയ്ക്കായിട്ട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ കാരുണ്യപ്രവൃത്തി ചെയ്തു കഴിഞ്ഞപ്പം ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഈ വഴികളിൽ ഇരിക്കുന്നവർക്ക് കൊടുക്കുമായിരുന്നു. സാമ്പത്തികമായിട്ട് ജോലി ചെയ്യാൻ പറ്റാതിരുന്ന സമയത്താണെങ്കിലും ഹസ്ബൻഡ് ഇന്നാലും പൈസയൊക്കെ വാങ്ങിച്ച് ഞാൻ രോഗികളായിട്ട് കൊടുക്കുമായിരുന്നു. അതൊന്നും ചെയ്തിട്ട് എനിക്ക് തൃപ്തിയില്ലായിരുന്നു, ഒന്നും നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി. ഈ കഴിഞ്ഞ 20-ാം തീയതിയാണ് വന്ന് ഉടമ്പടി പുതുക്കിയത്. ആ സമയം കൊണ്ട് തന്നെ ഉടമ്പടി എടുത്ത് പുതുക്കുന്നതിന് മുൻപ് തന്നെ എനിക്ക് വിസ അടിച്ചു വന്നു, ടിക്കറ്റ് റെഡിയായി, എല്ലാം റെഡിയായി. ഇപ്പോഴായിരിക്കും എല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് അറിയുന്നത്. ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല, കുറച്ച് പേർക്ക് മാത്രമേ ഇത് അറിയത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പം എനിക്ക് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞപ്പം എനിക്കൊരു വിഷമമായിരുന്നു. ഞാനൊന്നും ചെയ്തിട്ടില്ല, കാരുണ്യപ്രവർത്തി എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്തിട്ടില്ല. അച്ഛൻ പറയുന്ന പോലെ പ്രാർത്ഥിക്കുന്നതല്ല, പ്രവർത്തനത്തിലാണ് അതിൻ്റെ ഒരു പുണ്യം ഇരിക്കുന്നത് അറിഞ്ഞിട്ട് ഞാൻ പിന്നെ എൻ്റെ അടുത്തുള്ളൊരു ഓൾഡ് ഏജ് ഹോമിൽ പോയി. അവിടെ പോയി ശുശ്രൂഷ ചെയ്ത് ഞാൻ അന്നദാനം ചെയ്തു. അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു സാക്ഷ്യം പറയാനുള്ള ഒരു മനസ്സുണ്ടായി. ഇവിടെ വന്ന് പറയാനുള്ള സമയമായെന്ന് തോന്നി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത്. അമ്മ മാതാവും തിരുക്കുമാരൻ തന്ന അനേകായിരം നന്മകൾക്ക് ഇന്നും നാളെയും എല്ലാം നടത്തുന്ന നന്മയ്ക്കായിട്ട് ഒത്തിരി നന്ദി പറയുന്നു.